ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കിയപ്പോൾ രാജ്യത്തുണ്ടായ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന കുത്തകവൽക്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വിമാനയാത്രക്കാർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുന്നില്ല? ജിഷ്ണു രവീന്ദ്രന്റെ ഒരു എക്സ്പ്ലെയിനർ നമുക്ക് ആദ്യം പരിശോധിക്കാം. പൈലറ്റുമാരുടെ ജോലി സമയത്തിൽ മാറ്റം വരുത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ രാജ്യത്തെ വിമാനയാത്രക്കാർ വലയുകയാണ്. കൃത്യസമയത്ത് ജോലിക്ക് കയറേണ്ടവർ, പരീക്ഷകൾ എഴുതാനുള്ളവർ, അടിയന്തര സാഹചര്യത്തിൽ വീട്ടിലേക്കും മറ്റും എത്തേണ്ടവർ എന്നിങ്ങനെ നിരവധി പേരാണ് വിമാനത്താവളങ്ങളിൽ തുടരുന്നത്. ബദൽ സംവിധാനം ഒരുക്കാനോ മണിക്കൂറുകളും ദിവസങ്ങളും വിമാനത്താവളത്തിൽ കഴിയുന്നവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനോ പോലും അധികൃതർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്? ഒരു വിമാന കമ്പനിയിൽ ആഭ്യന്തര പ്രശ്നമുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് യാത്രക്കാർ ബുദ്ധിമുട്ടിലാകുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ വിമാന സർവീസുകളിൽ ഭൂരിഭാഗവും ഇൻഡിഗോ എന്ന ഒറ്റ കമ്പനിക്ക് കീഴിലാകുന്നതിലൂടെ ഒരു കുത്തക നിർമ്മിക്കപ്പെടുകയാണ് ചെയ്തത്. ഏത് മേഖലയിലാണെങ്കിലും ഒരു കമ്പനി മാത്രമാണ് ഉപഭോക്താക്കൾക്ക് മുന്നിലുള്ളതെങ്കിൽ അത് കുത്തകവൽക്കരണമാണെന്ന് മനസ്സിലാക്കണം. ഒരു മേഖലയെ ഏതെങ്കിലും ഒരു കമ്പനി അടക്കി ഭരിക്കുമ്പോൾ അത് ആ കമ്പനിയുടെ വിജയമായാണ് നമ്മൾ പറയുക. എന്നാൽ അത് ആരുടെയും വിജയമല്ല. അത്തരം സാഹചര്യത്തിൽ രാജ്യത്തെ സർക്കാർ സംവിധാനം ഇടപെടണം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സർക്കാർ ഏജൻസിയുടെ ജോലി അതാണ്. ഏതെങ്കിലും മേഖലയിൽ ഒരു കമ്പനി 40% വിഹിതം കൈവശം വയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇടപെടണം. എന്നാൽ ഇൻഡിഗോയുടെ കാര്യത്തിൽ ഈ ഇടപെടൽ ഉണ്ടായില്ല. രാജ്യത്ത് നേരത്തെ നിരവധി വിമാന കമ്പനികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും മാത്രമേ ഉള്ളൂ. നിരവധി കമ്പനികൾ ഉണ്ടാകുമ്പോൾ ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അസൗകര്യം നേരിടുന്ന യാത്രക്കാരെ ഉൾക്കൊള്ളാൻ മറ്റ് കമ്പനികൾക്ക് സാധിക്കും. കാര്യം എളുപ്പം മനസ്സിലാക്കാൻ അമേരിക്കയെ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. അമേരിക്കയിൽ യുണൈറ്റഡ്, ഡെൽറ്റ, അമേരിക്കൻ, സൗത്ത് വെസ്റ്റ് എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട വിമാന കമ്പനികളുണ്ട്. ഏറ്റവും ശക്തരായ യുണൈറ്റഡ് എയർലൈൻസിന് അമേരിക്കൻ മാർക്കറ്റിന്റെ 16 മുതൽ 17% വരെ ഓഹരി മാത്രമാണ് കൈവശമുള്ളത്. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഇവർ മാർക്കറ്റിലെ തുല്യശക്തികളല്ല. ഇൻഡിഗോയുടെ മാർക്കറ്റ് ഓഹരി 60%. ഇൻഡിഗോയുടെ 2000 വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടാൽ ആ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ഒരു കാരണവശാലും എയർ ഇന്ത്യക്ക് സാധിക്കില്ല. ഇവിടെയാണ് ഒരു റെഗുലേറ്ററി ബോഡിയുടെ ആവശ്യമുള്ളത്, അഥവാ റഫറിയായി സർക്കാർ ഇടപെടേണ്ടത്. എന്നാൽ അത് സംഭവിക്കുന്നില്ല. ടെലികോം മേഖലയിൽ ഉൾപ്പെടെ റെഗുലേറ്ററി ബോഡിയുടെ അഭാവത്തിൽ സമാനമായ പ്രശ്നങ്ങൾ രാജ്യത്തെ നിരവധി മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് താരതമ്യം ചെയ്യാനും മറ്റൊരു കമ്പനിയെ തിരഞ്ഞെടുക്കാനുമുള്ള അവസരം ഇല്ലാതാകും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.